ഈ കാണുന്ന ഏരിയയിൽ ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിതിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഉറപ്പിക്കുന്നത് 6/6 പ്ലേറ്റാണ്. അതിന് 10-ൻ്റെ ഫിക്സഡ് ബോൾട്ട് വെച്ചിട്ടാണ് ഉറപ്പിക്കുന്നത്. ഇതൊരു വീടിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ട് വെള്ളമൊക്കെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ലീക്കും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് റൂഫ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 4 മൂലയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലേറ്റൊക്കെ അടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വർക്കിന് ആൾ കുറവായിരുന്നു. നമ്മളാകെ 2 പേരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2 പേരെ വെച്ചിട്ട് തന്നെയാണ് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് ഫിനിഷാക്കിയത്. ഇതിൻ്റെ തൂണ് വരുന്നത് 2 ഇഞ്ച് GI ആണ് വരുന്നത്. 2.5 വേണമെങ്കിൽ 2.5 വെക്കാം, കുറച്ചും കൂടെ കാണാൻ ലുക്കും ഉണ്ടാവും. അപ്പോൾ മെറ്റീരിയൽ റേറ്റൊക്കെ നല്ല റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ കസ്റ്റമർ പരമാവധി ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് 2.5 ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അത് 2 ഇഞ്ചിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്തത്. നല്ല വെയിലുള്ള ടൈമായിരുന്നു. നമ്മൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 11:30 വരെയൊക്കെ വർക്ക് ചെയ്ത്, അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 മുതലൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിന് ഫ്രണ്ട് ഭാഗത്ത് ഒരു കട്ടിങ് വരുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ടാണ് ചെയ്തത്. കട്ടിങ് ഒഴിവാക്കിയിട്ടാണ് ചെയ്തത്. കസ്റ്റമർ ആ ലെവലിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ 2 പേര് മാത്രം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും നമുക്ക് വലിയൊരു ലെങ്ത്തിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചിട്ട് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. നീളം വീതി ഏകദേശം സെയിം ആണ് വരുന്നത്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ മോന്താഴൊക്കെ ചെറിയൊരു ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കഴുക്കോലൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സ്റ്റെയർ റൂമിന് മുമ്പ് ഷീറ്റ് ഇട്ടത് ഒരു ഷീറ്റ് ബാക്കോട്ട് കുറച്ച് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഹൈറ്റ് നമ്മൾ 7 അടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമറിന് ആ ഒരു ഹൈറ്റ് മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ഹൈറ്റ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പട്ടികയൊക്കെ ഒരു ഭാഗം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 പേര് മാത്രമാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഫുള്ള് ഷീറ്റ് കയറ്റാനായാലും ബാക്കിയൊക്കെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തന്നെ മുകളിൽ ഇറങ്ങിയും താഴെ ഇറങ്ങി കട്ട് ചെയ്യും വീണ്ടും മുകളിൽ കയറുകയൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെയിലിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നീട് ഈ തിരക്ക് വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ലെങ്ത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മിക്ക സൈറ്റിലും നല്ല രീതിയിൽ നമ്മൾ ടൈം എടുത്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. എങ്കിലും വർക്കുമായി വരുമ്പോൾ അതിൻ്റെ തിരക്കാവുമ്പം നമുക്കത് എടുക്കാൻ പറ്റാറില്ല. നമ്മൾ ഏകദേശം പട്ടിക അടിച്ചിട്ടുണ്ട്. എൻഡിൽ വരുന്നത് പാത്തിക്ലാമ്പ് നിലത്തിന് വെച്ചിട്ട് ആണ് കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻഡിലത്തേത് തൽക്കാലം പെൻഡിങ് നിർത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് എൻഡിലത്തെ നമ്മൾ താഴെ വെച്ചു, ജോയിൻ്റൊക്കെ അടിച്ച് ക്ലാമ്പും കൂടെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി പെയിൻറ്റും കൂടെ ടച്ചാക്കിയിട്ട് നേരെ മുകളിലേക്ക് കയറ്റുന്നതായിരിക്കും. ടോട്ടൽ 1500 സ്ക്വയർ ഫീറ്റിനൊക്കെ മുകളിൽ വർക്ക് വരുന്നുണ്ട്. ആയിരത്തി 1700 സ്ക്വയർ ഫീറ്റാണ് ഏകദേശം വരുന്നുണ്ട് ഈ ഏരിയ. പുറത്ത് സൈഡിലേക്ക് വർക്ക് ചെയ്ത് താഴ്ത്തി വാർത്ത ഭാഗത്തേക്കും കൂടെ നമ്മൾ ലെവലാക്കിയിട്ട് ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് പാത്തിക്ലാമ്പും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ഏരിയയുടെ താത്ത് വാർത്ത ഭാഗത്തേക്ക് ഇതേ ലെവൽ തന്നെയാണ് കഴുക്കോല് കൊണ്ടുവരുന്നത്. പക്ഷേ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ 2:1 കഴുക്കോല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ വരുന്ന കഴുക്കോലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ 3 തൂണും കൂടെ വെച്ചിട്ട് അതിലേക്കും നമ്മൾ ബീമൊക്കെ തൂണും വെച്ചതിന് ശേഷം മെല്ലെ ബീം കയറ്റുന്നത്. കഴുക്കോലം ആദ്യം തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് തന്നെ വേണമെങ്കിൽ കഴുക്കോലം ഇറക്കാൻ പറ്റുന്നതായിരുന്നു. നമ്മളത് മെറ്റീരിയലൊക്കെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലിലാണ് അതുകൊണ്ട് കൊടുത്തത്. നമ്മൾ ഫസ്റ്റ് കൊട്ടേഷൻ കൊടുത്ത ടൈമിലും പിന്നീട് മെറ്റീരിയൽ എടുത്ത ടൈം ആകുമ്പോഴത്തേനും റേറ്റിൽ വലിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മെറ്റീരിയലൊക്കെ റേറ്റ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ടൈമാണ്. നമ്മൾ മൂലേൻ്റെ അടുത്ത് തന്നെ ജോയിൻ്റ് ആക്കിയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തെ എൻഡിൽ മൂലയുടെ അടുത്ത് കൊടുത്തിട്ടില്ല. അവിടുന്ന് കുറച്ച് വിട്ടിട്ടാണ് വരുന്നത്. ഒരു കട്ടിങ് ഉള്ള സ്ഥലമായിരുന്നു. പാത്തി നമ്മൾ യൂറോഗാർഡിൻ്റെ പാത്തിയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് പാത്തി എടുത്തിട്ടുള്ളത്. ഗ്രേ കളർ വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെൻറ്റും കാര്യങ്ങളും വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. ഷീറ്റ് ഇവിടെ ഡ്യൂറാമെറ്റ് എന്ന കമ്പനിയുടെ ഒരു 3/7 തിക്നെസ് ഉള്ള ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ കുഴപ്പമില്ലാത്ത ഷീറ്റാണ്. നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. വലിയൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ പാത്തി ഫിറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഷീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പാത്തി ഫിറ്റാക്കുമ്പോൾ തന്നെ നമ്മൾ ഷീറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്കിത് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഒരു ഷീറ്റ് കയറ്റിയിട്ടുണ്ട്. 2 ഷീറ്റും കൂടെ അപ്പുറം ഇപ്പുറം കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങി ഷീറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും മേളിൽ ഷീറ്റ് കയറ്റി വീണ്ടും സ്ക്രൂ ചെയ്യുകയാണ് ചെയ്തത്. എത്ര ഷീറ്റുണ്ടോ അത്രയും തവണ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം വരുന്ന ഷീറ്റ് മാത്രം മേളിൽ നിന്ന് മുറിക്കുകയാണ് ചെയ്തത്. 18 അടിയാണ് നമ്മുടെ ഷീറ്റ് വരുന്നത്. നമ്മൾ ഒരു സൈഡിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഇട്ട് ഫ്രണ്ട് ഭാഗത്തെല്ലാം ഇട്ട് ഒപ്പിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. താഴെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കുറച്ചുകൂടെ സൈഡിലേക്കും കൂടെ ഷീറ്റ് ഇടാനുണ്ട്. അത് ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ. താഴെ നിന്നുള്ള വീടിൻ്റെ വ്യൂ ആണിത്. വർക്കുകൾ എപ്പോഴും ചെയ്യുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ എല്ലാ ടൈമിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്നില്ല. രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷീറ്റ്. നമ്മൾ ടോട്ടൽ എടുത്ത ഷീറ്റ് ഏകദേശം 18 അടിയുടെ 20 ഷീറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് 2-3 ഷീറ്റും കൂടെ 10 അടിയുടെ കൂടെ 4 ഷീറ്റോളം നമ്മൾ വേറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. മാക്സിമം വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒറ്റ ടൈപ്പിൽ തന്നെയാണ് ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഒരു ടൈപ്പിൽ എടുക്കുമ്പോൾ ഒരേ അളവിൽ ഒറ്റ സെയിം ഷീറ്റ് തന്നെ എടുക്കുമ്പോൾ വേസ്റ്റ് വളരെ കുറവാണ് വരിക. ഇത്രയും വർക്ക് ചെയ്തിട്ട് കാര്യമായിട്ട് വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും വളരെ കഠിനമായ വെയിലുള്ള സമയത്ത് വർക്ക് ചെയ്യൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചെറിയ നമുക്ക് ഗ്യാപ്പ് നോക്കിയിട്ട് മാത്രമേ ഷീറ്റ് ഇടാൻ പറ്റുള്ളൂ. ഷീറ്റിൻ്റെ ചൂടും ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്.
ഓരോ ഭാഗത്തു നിന്നുള്ള വ്യൂ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഉള്ളിൽ നിന്ന് വരുന്ന വ്യൂ കൂടെ കാണിച്ചു തരാം. ഉള്ളിൽ നിന്ന് ഇങ്ങനെയാണുള്ളത്. നമ്മുടെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഈ വരുന്ന ഗ്യാപ്പിൽ താഴോട്ട് വരുന്ന ഭാഗത്തൊക്കെയാണ് ഷീറ്റ് ഇടാനുള്ളത്. അപ്പോൾ കയറ് കെട്ടിയിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഇനി മൂലയും കൂടെ ഓരോ ഭാഗത്ത് നിന്ന് ഇട്ട് വരാനുണ്ട്. ഇത് നമ്മൾ വർക്ക് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇനി സൈഡിലേക്കുള്ള ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇനി സൈഡിലേക്കുള്ള ഷീറ്റും കൊണ്ട് ഇടാനുണ്ട്. ആ ഭാഗത്ത് നമ്മൾ അടിഭാഗത്ത് സ്ക്രൂ അടിക്കാതെ ഷീറ്റ് നിർത്തുകയാണ് ചെയ്തത്. സ്ക്രൂ അടിച്ചിട്ടുണ്ട്, ഓരോ സ്ക്രൂ മാത്രം അടിച്ച് നിർത്തുകയാണ് ചെയ്തത്. അത് അഴിച്ചിട്ട് വേണം സ്ക്രൂ അടിക്കാൻ. ഇതുപോലെ കയറിട്ട് നിന്നിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് മൂലയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല റിസ്ക്കാണ് ഇവിടെ നിന്നിട്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫൈനൽ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുത്തിട്ട് ചെയ്തതാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു രീതിയിലുള്ള വ്യൂ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു നിന്നിട്ടുള്ള ആ പരിമിതിയിൽ മാത്രം നിന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഏരിയയിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗത്തും കൊണ്ട് ഷീറ്റ് ഇടണം. ബാക്ക് ഭാഗത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ മൂല തുടങ്ങുന്ന ഭാഗത്തെ മൂല അഴിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. പിന്നീട് എല്ലാ ഷീറ്റിനും 2 സ്ക്രൂ വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അഴിച്ചിട്ടാണ് ഷീറ്റ് ഇട്ട് പോയത്. പാത്തി ഒന്ന് ലെവൽ ചെയ്യാനുണ്ടായിരുന്നു. പാത്തിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എല്ലാം ക്ലിയറായിട്ടാണ് ഷീറ്റ് അടിച്ച് പോയത്. അടിച്ചിട്ട് ലാസ്റ്റ് ഘട്ടം വരുമ്പോൾ നമുക്ക് നിൽക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു കഷ്ണം പാത്തി ഇതിൻ്റെ എൻഡിൽ നിന്ന് വരുന്ന പാത്തി കട്ട് ചെയ്ത് നമ്മുടെ മറ്റേ ഷീറ്റിൻ്റെ ഒരു അറ്റത്തും കൂടെ ഇടാനുണ്ട്. പാത്തിയൊന്നും ഇവിടെ ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല, കൃത്യമായിരുന്നു. നമ്മൾ വീണ്ടും ഒന്ന് കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ഷീറ്റ് വരുമ്പോൾ നമുക്ക് നിൽക്കാൻ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് ഇത് എല്ലാ സമയത്തും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഓരോ ഗ്യാപ്പ് നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1 by 1 ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത്. നമ്മൾ ഓരോ ഭാഗം തീർന്നിട്ടാണ് താഴെ ഇറങ്ങാറ്. താഴെ ഇറങ്ങുമ്പം ഇതുപോലെയാണ് വീഡിയോ ഒന്ന് ഓടിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാ ഭാഗത്തും ഷീറ്റിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ഒരു ചെറിയ ഷീറ്റും കൂടെ ഇടാനുണ്ട്. അത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.